നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അവരുടെ യുവ മുഖങ്ങളെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയായിരിക്കും എന്ന ഒരു ചെറിയ ആശ്ചര്യം, ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊക്കെ ആശ്ചര്യമുണ്ടാകും. എന്നാൽ നാം ഒന്നും തന്നെ ഒരു വേള ഈ മുഖങ്ങളെ ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത, അതായത് നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വങ്ങളാണ് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇറക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇറക്കാൻ പോകുന്നതോ എന്ന് നമുക്ക് സംശയമുണ്ട്. കേരള സമൂഹത്തിന് സംശയമുണ്ട്. അതിലാദ്യം പറയുന്നത് ആർഷോയെക്കുറിച്ചാണ്. ആർഷോ എന്ന SFI നേതാവ് പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിൽ ആണ് മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത്. മലമ്പുഴ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് VS അച്യുതാനന്ദൻ ജയിച്ച മണ്ഡലമാണ്. എന്നാൽ ഈ ആർഷോ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടുകാരനാണ്. മണ്ണാർക്കാട് ഈ അടുത്തിടയ്ക്ക് CPMന്റെ വളരെ ശക്തിയുക്തം അവിടെ പ്രവർത്തിക്കുന്ന നേതാവായ PK ശശി എന്ന നേതാവിനെതിരെ തെരുവിൽ പ്രകടനം നടത്തിയ ആളാണ് ആർഷോ. CPMന്റെ രീതി അനുസരിച്ച് ഒരിക്കൽ പോലും ഇത്തരത്തിൽ പാർട്ടിക്കകത്തുണ്ടാകുന്ന വിഷയങ്ങൾ തെരുവിൽ പ്രകടനം ഒരിക്കലും നമ്മൾ നടത്തേണ്ടതില്ല അല്ലെങ്കിൽ നടത്തേണ്ടതല്ല എന്ന് PK കൃഷ്ണദാസ് എന്ന മുൻ MP VS പക്ഷക്കാരനായ കൃഷ്ണദാസ് പറയുകയുണ്ടായി. പാർട്ടിയിൽ അത്തരത്തിൽ ആർഷോ അടങ്ങുന്ന സംഘം PK ശശിയെ തെരുവിൽ വിചാരണ ചെയ്തത് നാം കണ്ടതാണ്. അതിനെതിരെ പിണറായിയോ പാലക്കാട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവോ ഒരു നടപടിയും എടുത്തിട്ടില്ല. പാലക്കാട് ജില്ല കടുത്ത വിഭാഗീയതയിൽ ആടി ഉലയുമ്പോൾ ആർഷോയെ മലമ്പുഴ നിർത്തുമ്പോൾ ആർഷോ ജയിക്കുമോ എന്ന ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നു. മലമ്പുഴ BJPക്ക് ഒരു വേള തലവെച്ചു കൊടുക്കാൻ, BJP ജയിക്കാനുള്ളൊരു വഴി ഒരുക്കുകയാണോ CPM എന്ന് ആർഷോയെ മലമ്പുഴയിൽ നിർത്തുന്നതിലൂടെ നമുക്ക് സംശയമുളവാകുന്നു. രണ്ടാമത് കായംകുളത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച KC വേണുഗോപാലിന് അടുത്തു തന്നെ കായംകുളത്ത് വോട്ട് നിലയിൽ 2ാം സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട ശോഭ സുരേന്ദ്രൻ എത്തിയത്. 2ാം സ്ഥാനത്ത് കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ എത്തുമ്പോൾ കായംകുളത്ത് ഇപ്പോൾ പാർട്ടിയുമായി ആഭ്യന്തര കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രതിഭ MLAയെ മാറ്റി അവിടെ SFIയുടെ ഇപ്പോഴത്തെ നേതാവ് ശിവപ്രസാദിനെ നിർത്താൻ പോകുന്നു എന്ന് പറയുന്നു. ശിവപ്രസാദ് എത്രത്തോളം ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാണ്, സമൂഹത്തിന് ഇഷ്ടപ്പെട്ടതാണോ എന്ന് നമുക്കിവിടെ രണ്ടാമതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് മറ്റൊരു നേതാവ്, അതും BJPക്ക് വോട്ട് നേടിക്കൊടുക്കാൻ ഒരു വഴി ഒരുക്കുന്ന അത്തരത്തിൽ ഒരു വഴി ഒരുക്കുന്നു എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകുന്നു. മൂന്നാമത് ചിന്താ ജെറോമിനെ എവിടെ മത്സരിപ്പിക്കണം എന്ന ഒരു കടുത്ത ആശങ്കയിലാണ് CPM. ഒന്ന് കുണ്ടറ, മറ്റൊന്ന് തൃക്കാക്കര, പിന്നെയും കേൾക്കുന്നു മറ്റു പല നിയോജക മണ്ഡലങ്ങൾ. എവിടെ നിർത്തിയാലും ചിന്താ ജെറോം ജയിക്കാൻ പോകുന്നില്ല. ചിന്താ ജെറോം ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു അങ്ങനെ ഒരു തോന്നലേ വേണ്ട എന്നാണ് പാർട്ടിക്കാർ പറയുന്നത്. നിരവധി മണ്ടത്തരങ്ങൾ വിളമ്പി, അതായത് പറയുന്നതെല്ലാം തെറ്റും. ഇപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ നേടി എന്നൊക്കെ പറയുന്നെങ്കിലും പറയുന്നതൊക്കെ ആന മണ്ടത്തരങ്ങളാകുന്ന ചിന്താ ജെറോം ഒരു കഥാപാത്രമായിരിക്കുമ്പോൾ എങ്ങനെ ചിന്താ ജെറോമിനെ ഒരു സ്ഥാനാർത്ഥിയാക്കും, ചിന്താ ജെറോമിനെ എങ്ങനെ മത്സരിപ്പിക്കും എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ചോദിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് BJPയുടെ ശക്തി കേന്ദ്രമായ നേമത്ത് മേയർ ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നാ പറയുന്നത്. ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ CPM ആ സീറ്റ് ഒരു വേള തീരെഴുതി കൊടുത്താൽ മതി. BJPക്ക് അവിടെ മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ഒരു മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ ഒരു യുവമുഖം
വളരെ തീരെ ചെറുപ്പക്കാരിയായ ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും, മുൻപിരുന്ന വി കെ പ്രശാന്തിനെ പോലെ ഒരു യുവമുഖം എന്ന് കരുതിയെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് ആകെ തെറ്റി. പിൻസീറ്റ് ഡ്രൈവിങ്ങിന് മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്ന വെറും കളിപ്പാവയായി മാറിയ ആര്യ രാജേന്ദ്രന്റെ ഇത്ര കണ്ട് മോശപ്പേര് തിരുവനന്തപുരത്തെ മുൻ മേയർമാരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ ആര്യ രാജേന്ദ്രൻ നേമത്ത് മത്സരിക്കുമ്പോൾ അവിടെയും CPM അറിഞ്ഞുകൊണ്ട് BJPക്ക് ആ സീറ്റ് വഴങ്ങിക്കൊടുക്കുകയാണോ എന്നൊരു തോന്നലുണ്ടാകുന്നു. ഇങ്ങനെ നാം ഈ പറഞ്ഞ 4 ഇടങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ അല്ലെങ്കിൽ അവരുടെ വർഗശത്രുക്കൾ പറഞ്ഞു പരത്തുന്നത് പോലെ അവർ അറിഞ്ഞുകൊണ്ട് BJPക്ക് ജയിക്കാനായി, BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാനായി വഴി ഇട്ടുകൊടുക്കുകയാണോ, അതിന് വഴി ഒരുക്കുകയാണോ എന്ന് കേരള സമൂഹത്തിന് സംശയമുണ്ടാകുന്നതിൽ തെറ്റുണ്ടോ?